परमेश्वर को धन्यवाद। സന്ധ്യ കടന്നു വരുവാൻ ദൈവം ഒരുക്കി തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. परमेश्वर भला है और उसकी करुणा सदा की है. ദൈവം നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. परमेश्वर की कृपा दिन प्रतिदिन हमारे जिंदगियों में अनुभव करने के लिए परमेश्वर में सहायता करते हैं. ദൈവത്തിന്റെ ദയ നിരന്തരമായി അനുഭവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. शरण इंडिया का वहां के ऑडियो ऑन है. आमेन, प्रेज द लॉर्ड, हालेलुया. आमीन. एक आराधना खत्म हुआ तभी अगला आराधना वहां पर हो रहा है. प्रेज द लॉर्ड, हालेलुया. हमें सारे बातें मिलकर भलाई की ओर परमेश्वर उत्पन्न करता है. എല്ലാം ദൈവം നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാണ്. प्रेज द लॉर्ड. परमेश्वर के नाम की महिमा होने पाए. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. आमीन. जल्दी से हमारे ध्यान परमेश्वर के वचन की ओर हम लेकर आएंगे. നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. उल्पत्ति की किताब उसके 49 अध्याय उसके 22 से लेकर 25 तक के आयतों की ओर हमारे ध्यान हम लेकर आएंगे. उल्पत्ति की किताब उसके 49 अध्याय उसके 22 से लेकर 25 तक के आयतों की ओर हमारे ध्यान हम लेकर आएंगे. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ എന്റെ നാമത്തിൽ തന്നെ. यहाँ पर हम देखते हैं कि यूसुफ बलवंत लता का एक शाखा है करके यहाँ पर बताया गया है. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം എന്ന് ഇവിടെ വായിക്കുന്നു. और प्रेज लॉर्ड, हम परमेश्वर के वचनों में जहां पर भी वृक्ष के बारे में या फल के बारे में देखते हैं, प्रेज लॉर्ड, हमें जहां पर फल है वहां पर परमेश्वर भी बड़े ध्यान से देखता है. നാം വചനത്തിലുടനീളം ഏതൊക്കെ ഭാഗങ്ങൾ വായിച്ചാലും അവിടെ വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ദൈവം അതിനെ ശ്രദ്ധയോടെ കാണുന്നതായി നമ്മൾ വായിക്കുന്നു. परमेश्वर हर एक समय हाईलाइट करते हैं फलवंत दाखलता, फलवंत वृक्ष के बारे में, क्योंकि परमेश्वर हमारे जिंदगी से भी फल देखना चाहता है. ഫലമുള്ള വൃക്ഷത്തെ വളരെയധികം ഊന്നി പറയുവാൻ, അതിനെ എടുത്തു കാണിക്കുവാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുകയും ആമേൻ അത് ചെയ്യുകയും ചെയ്തിട്ടിരിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളും ഫലമുള്ളവരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. अलग अलग तरीके के वृक्ष है या पौधे हैं, हालेलुया. आई मीन एक प्रकार का पौधा ऐसा है कि वो आई मीन एक ही बार उसका फल आता है, नहीं तो फूल आता है. പലതരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള വൃക്ഷങ്ങൾ നോക്കിയാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം ഫലം തരുന്ന പൂ ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ. एक बार फल दे दिया, नहीं तो फूल दे दिया, फिर उसके बाद में कभी भी उसमें फूल या फल नहीं आता है. ഒരിക്കൽ എങ്കിലും ഫലമോ അതിൽ പൂവോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് പുഷ്പിക്കുകയോ ഫലം കൊടുക്കുകയോ ഇല്ല. कुछ समय पहले हम जहाँ पर रहते हैं, हमारे इस कैंपस के अंदर यहाँ पर माली आता है जो पौधे को देखभाल करने के लिए. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പസിനകത്ത് തോട്ടക്കാരൻ വരാറുണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. एक दिन आया तो अगले दिन नहीं आएगा, उसके बाद में आता है और पूरा फूल देखकर गीला करके सब अच्छी तरीके से देखभाल करके वो जाते हैं. ഒന്നിടവിട്ട ദിവസങ്ങളിൽ താൻ വരും, വന്ന് ഇതെല്ലാം ചെയ്ത് താൻ കടന്നു പോകും. कुछ महीने पहले उन्होंने, हम जब विजिटिंग के लिए चले गए थे तो वो आकर गेट के उधर खड़ा है और कहा कि फादर आप कहाँ पर हो, मैं कुछ पौधे लेकर आया हूँ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ദിവസം തന്റെ ഫോൺ വന്നു. ഞങ്ങൾ വിസിറ്റിങ്ങിനായിരുന്നു. താൻ വിളിച്ചു ചോദിച്ചു, പാസ്റ്റർ എവിടെയാണ്, ഞാൻ കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. मैंने कहा कि विजिटिंग में है, बाहर रख दो, बाद में आके हम अंदर लगा देंगे. തന്നോട് പറഞ്ഞു, ഇപ്പോൾ തൽക്കാലത്തേക്ക് വെളിയിൽ വെക്കുക, ഞങ്ങൾ വന്നിട്ട് അകത്ത് വെച്ചോളാം. हमने सोचा 1 या 2 पौधे होंगे, लेकिन जब आया तब देखा तो 110 पौधे बाहर रखा हुआ है. ഞങ്ങൾ വിചാരിച്ചു 1-2 എണ്ണേ കാണത്തുള്ളായിരിക്കുമെന്ന് വന്നപ്പോൾ 110 ചെടികൾ വെളിയിൽ വെച്ചിട്ടുണ്ട്. और फिर बाद में अगला दिन उसको ही आना पड़ा अंदर लगाने के लिए. പിന്നെ അടുത്ത ദിവസം അവൻ തന്നെ വന്ന് അകത്ത് വെച്ചു. और पूरा कैंपस के चारों ओर उसने बड़े
बढ़िया तरीके से उस पौधे उसने लगा दिया। മുഴുവൻ ക്യാമ്പസിന്റെ ചുറ്റും അതിനെ നന്നായിട്ട് താൻ അതിനെ വെച്ച് പിടിപ്പിച്ചു. और जब विंटर सीजन आया तब उसमें बहुत ही खूबसूरती के साथ अच्छा फूल उसमें आना शुरू हो गया। തണുപ്പ് കാലത്ത് അതിലെല്ലാം നല്ല പൂക്കൾ വരുവാനിടയായി. I mean इतना खूबसूरती, सब लोग आकर फोटो लेकर जाते थे। എല്ലാവരും വന്ന് അവര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പോകാറുണ്ട്. यहाँ पर चर्च में दूसरे चर्चेस का भी कन्वेंशन या बड़े बड़े मीटिंग्स होते हैं, तब लोग आते हैं मीटिंग में शामिल होने के लिए नहीं बल्कि आकर फोटो लेने के लिए आते थे। ഇവിടുത്തെ ചർച്ചിലാണ് മിക്കവാറും മറ്റു ചർച്ചുകളിലെ എല്ലാം കൺവെൻഷനുകളും മീറ്റിങ്ങുകളും നടക്കുന്നത്. ആളുകൾ മീറ്റിംഗിൽ കൂടിയില്ലെങ്കിലും വന്ന് ഈ പൂക്കളുടെ കൂടത്തിൽ ഫോട്ടോ എടുത്തു പോകുമായിരുന്നു. It was so beautiful, दिखने में बहुत अच्छा है। हालेलुया, प्रेज लॉर्ड। और जब विंटर खत्म हो गया तब ये फूल सब I mean ऐसे सूख कर खत्म हो गया। ആ പൂക്കളെല്ലാം വളരെ ഭംഗിയായിരുന്നു, വളരെ മനോഹരമായിരുന്നു. എന്നാൽ തണുപ്പ് കാലം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഉണങ്ങിപ്പോയി. और मैंने देखा कि माली ये पौधे पूरा उखाड़ के फेंक रहा है। ഒരു ദിവസം നോക്കിയപ്പോൾ ഈ ചെടികളെല്ലാം പിഴുത് തോട്ടക്കാരൻ അതിനെ വെളിയിൽ കളഞ്ഞു. मैंने बोला कि बहुत पैसा देकर खरीदा है, आप क्यों उसे फेंक रहा है? ഞാൻ തന്നോട് ചോദിച്ചു, ഈ ഇതെല്ലാം വലിയ വില കൊടുത്ത് വാങ്ങിച്ചില്ലേ, നീ എന്താ ഇതെല്ലാം പിഴുത് കളയുന്നു? उसने कहा कि सर ये केवल एक ही बार फूल देता है, बाद में वो सूख जाता है। താൻ പറഞ്ഞു, ഇത് ആകെ ഒരിക്കൽ മാത്രമേ പൂക്കുകയുള്ളൂ, പിന്നെ ഇതിനെ ഉപയോഗമില്ല. हालेलुया, एक ही बार फूल देगा लेकिन बहुत बढ़िया तरीके से फूल दिखाएगा, बाद में फिर वो पूरा सूख जाता है। ഒരിക്കലേ പൂക്കത്തുള്ളൂ, പക്ഷെ തരുന്ന പൂ നല്ല ഭംഗിയായിരിക്കും, അതിനുശേഷം അത് കരിഞ്ഞു പോകും. तब मुझे पता चला कि ऐसे भी पौधे यहाँ पर है करके। അന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ ചെടികളും ഉണ്ട്. I mean दूसरा एक टाइप का वृक्ष को हम देखते हैं, उसमें पूरा पत्ता से भर जाता है लेकिन कोई फल उसमें नहीं दिखता है। മറ്റു ചില വൃക്ഷങ്ങളുണ്ട്, നിറച്ചും ഇലയായിരിക്കും, പക്ഷെ ഒരു കാ പോലും കാണത്തില്ല. हालेलुया, प्रेज लॉर्ड। उसमें लेने का लायक कोई फल नहीं है बल्कि पूरा उसका पत्ते से भरा हुआ रहता है। അതിനകത്ത് പ്രയോജനപ്പെടുന്ന യാതൊരു ഫലവും കാണത്തില്ല, എന്നാൽ നിറച്ചും ഇല കാണും. हम जब विंटर शुरू हुआ तब बहुत मुश्किल था, एक एक दिन में इतना पत्ते भर जाते हैं, सूखे पत्ते गिरकर हम झाड़ू लेकर उसका पीछे पड़ना पड़ता था। ഇവിടെ ആമൻ ഈ ഇല പൊഴിയുന്ന സമയമായപ്പോഴത്തേക്ക് നിറച്ചിലയായിരുന്നു, ദിവസവും ഇല പറക്കേണ്ടതായ അവസ്ഥ. फायदा नहीं है, उसमें कोई फल नहीं है बल्कि पत्ता ही है, वो सूख कर गिरता है और वो हमारे लिए काम बन जाता है। ആ വൃക്ഷങ്ങളെ കൊണ്ട് ഇല നിറഞ്ഞു നിൽക്കുന്നതല്ലാതെ ഫലമൊന്നും ലഭിക്കുന്നില്ല, അത് നമുക്ക് ഒരു മെനക്കേടായി മാറും. हालेलुया, तीसरा एक टाइप का वृक्ष है जिसमें हर एक समय फल देते रहता है। हालेलुया, वो फलवंत होते रहता है। എന്നാൽ മറ്റൊരു തരം വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കായ്ക്കുന്ന, ഫലം തരുന്ന നല്ല ഒരു വൃക്ഷം. कुछ ना कुछ तो फल मालिक के लिए वो फायदावंत रहता है। യജമാനന് എന്തെങ്കിലും പ്രയോജനം കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഫലം ആ വൃക്ഷത്തിനുണ്ടായിരിക്കും. हमारे चर्च के इस कैंपस के अंदर बहुत सारे कड़ी पत्ताए हैं। ഈ ക്യാമ്പസിനകത്ത് ഒത്തിരി കരിയാപ്പിലയുണ്ട്. दूर दूर से लोग आते हैं कड़ी पत्ता लेकर जाने के लिए। കരിയാപ്പില എടുക്കാൻ ദൂരെ നിന്നുള്ള ആളുകൾ വരാറുണ്ട്. संडे के दिन तो ये कड़ी पत्ता पूरा केवल लकड़ी बच जाता है, एक भी पत्ता नहीं रहता है उसमें। ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും കരിയാപ്പിലയുടെ തലയൊന്നും കാണത്തില്ല, എല്ലാം വടിയായിട്ട് നിൽക്കും. ऐसा वो तोड़ के लेके जाता है कि और कभी भी इसमें नहीं होना है, ऐसा तोड़ के उखाड़ के लेके जाते हैं। ഇനി ഒരിക്കലും തളിർക്കരുതെന്നുള്ള രീതിയിലാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. क्योंकि जरूरत उनका उतना है, इसके लिए जल्दी में तोड़कर लेकर जाते हैं और अगले संडे तक दोबारा वो पूरा कड़ी पत्ता भर जाता है। അവര് ഓടിച്ചു കൊണ്ടുപോകും, ധൃതി ആയതുകൊണ്ട് പെട്ടെന്ന് വലിച്ചു ഓടിച്ചു കൊണ്ടുപോകും. എന്നാലും അടുത്ത ആഴ്ച അവർ വരുമ്പോഴത്തേക്ക് പിന്നെയും അത് മുഴുവൻ തളർത്തു നിൽക്കും. अगले संडे भी उसका हालत वही है। അടുത്ത ആഴ്ചയും അത് തന്നെയാണ് അതിന്റെ അവസ്ഥ. आराधना के बाद में सभी लोग बगीचा में व्यस्त रहते हैं, आपस में बातें करने का भी टाइम कम रहता है। അവിടെ ഞായറാഴ്ചകളിൽ സമയം തോട്ടത്തിനകത്ത് അവർ ഓടി നടന്ന് വളരെ ബിസി ആയിരിക്കും, സംസാരിക്കാൻ പോലും സമയമില്ല. हालेलुया, वो फल हर हफ्ते देता है, हर हफ्ते नया नया पत्ता देकर हालेलुया मालिक को जरूरतमंद बनाता है। തന്റെ യജമാനന്റെ ആവശ്യത്തെ നിറവേറ്റുന്ന ആഴ്ചകൾ തോറും അതിന്റെ തളിർപ്പിലകൾ കൊടുത്ത് അതിന് പ്രയോജനം വരുത്തുന്ന ഒരു തരം
ചെടി. सोचकर देखिएगा, मालिक हर दिन जाकर उसे देखकर हृदय बड़े आनंद से भर जाता होगा। ആ യജമാനൻ എല്ലാ ആഴ്ചയും കടന്നു ചെന്ന് അതിനെ നോക്കി അതിനെ കുറിച്ച് വളരെ സന്തോഷിക്കും. जिसमें फल है उसके नीचे मालिक हर दिन जाकर देखने के लिए आग्रह करता है। ഫലമുള്ള വൃക്ഷത്തിനടുത്ത് ആ യജമാനൻ എപ്പോഴും ചെന്നിരിപ്പാൻ ആഗ്രഹിക്കും. लेकिन यदि फल नहीं है, केवल पत्ता ही है, वो मालिक के लिए बोझ बन जाता है। എന്നാൽ ഫലമില്ല, വെറും ഇലകൾ മാത്രമാണ്, അതിന് ഉപകാരമില്ലെങ്കിൽ പ്രയോജനമില്ല. और केवल एक ही बार फल जो आता है या फूल आता है, वो केवल एक ही बार मालिक का हृदय को आनंदित बनाते हैं। ആമേൻ. ആകെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കായ്ക്കുകയും പുഷ്പിക്കുകയും ചെയ്യുന്നതിന് യജമാനനെ ഒരിക്കൽ മാത്രമേ സന്തോഷിപ്പിക്കാൻ കഴിയുള്ളൂ. फल लाने वाला वृक्ष मालिक हर दिन जाकर देखने के लिए आग्रह करते हैं। പ്രയോജനമുള്ള ഫലമുള്ള വൃക്ഷത്തെ യജമാനൻ എന്നും പോയി നോക്കുവാൻ ആഗ്രഹിക്കുന്നു. केरला में हम कहते हैं कि जिसमें फल है उसे पत्थर मिलता है। നമ്മൾ നാട്ടിൽ ഇങ്ങനെ പറയാറുണ്ട്, ഫലമുള്ള വൃക്ഷത്തിന് കല്ലെറി കിട്ടുമെന്ന്. हालेलुया। यदि फल नहीं है तो पत्थर भी नहीं मिलेगा। ഫലമില്ലെങ്കിൽ പിന്നെ കല്ലുമില്ല. हालेलुया। लोग कहते हैं कि क्यों मेरे पीछे लोग पड़े हुए हैं, आप में कुछ फल है इसके लिए लोग आपके पीछे पड़े हुए हैं। ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇതെന്താ എല്ലാരും കൂടെ എന്റെ പുറകെ വെച്ച് പിടിച്ചിരിക്കുന്നത്, എന്താ നിങ്ങൾക്ക് ഫലമുള്ളത് കൊണ്ടാണ് നിങ്ങളെ ആമേൻ നോക്കുന്നത്. फल नहीं है तो आपके पीछे नहीं आएगा, माइंड भी नहीं करेंगे। ഫലമില്ലാത്തവരാണെങ്കിൽ നിങ്ങളെ ആരും നോക്കത്തില്ല. इसके लिए फलवंत होना ही अच्छा है। അതുകൊണ്ട് ഫലമുള്ളതാണ് നല്ലത്. हालेलुया। लोग आपके पीछे भी रहेंगे और प्रेज लॉर्ड वो आपको बढ़ने का भी कारण बन जाएगा। ആളുകൾ നിങ്ങളുടെ പുറകെ ആയിരിക്കും, അത് നിങ്ങൾക്ക് വളരുവാനുള്ള ഒരു ആമേൻ ഒരു സഹായമായി മാറും. जिसमें फल है मालिक का ध्यान उस पे ज्यादा रहता है। ഫലമുള്ള വൃക്ഷത്തിന്റെ മേൽ യജമാനന്റെ ശ്രദ്ധയുണ്ടാകും. जिसमें फल है शैतान का भी दृष्टि उसमें ज्यादा रहता है। എന്നാൽ ഫലമുള്ള വൃക്ഷത്തിന്റെ മേൽ ശത്രുവിന്റെ ദൃഷ്ടിയും പതിക്കും. कैसे ना कैसे उसे हराने के लिए, कमजोर करने के लिए, पराजित करने के लिए शैतान नया इरादाओं को बनाकर लेकर आते रहेगा। ഏതെങ്കിലും തന്ത്രം ഉപയോഗിച്ച് ഏതെങ്കിലും വിധത്തിൽ അതിനെ നശിപ്പിക്കുവാനുള്ള ശ്രമവുമായി പിശാച് വരും. यहाँ पर यूसुफ के बारे में हमने पढ़ा है कि वो एक फलवंत डाकलता है करके वहां पर हम पढ़ रहे हैं। ഇവിടെ നാം യോസെഫിനെ കുറിച്ച് അവൻ ഫലപ്രദമായ ഒരു വൃക്ഷം എന്ന് വായിച്ചു. हालेलुया। प्रेज द लॉर्ड। उसका कारण है, उसका वो कहां पर खड़ा है? एक अच्छा झरना के करीब वो वहां पर खड़ा है। അത് നീരുറവിനരികെ ആയിരിക്കുന്നത് കൊണ്ട് അതിന് ഫലപ്രദമായ വൃക്ഷമായി വളരാൻ കഴിയുന്നു. हालेलुया। प्रेज द लॉर्ड। वो बहते हुए झरना के करीब होने के कारण वो हर एक समय अच्छी तरीके से फल लाता है। അത് നീരുറവിനരികെ നിൽക്കുന്നത് കൊണ്ട് അത് നല്ല ഫലങ്ങളെ കൊണ്ടുവരുന്നു. हालेलुया। परमेश्वर के वचन में काफी लोगों के बारे में पढ़ते हैं जिन्होंने काफी कष्टों से होकर गया है। നമ്മൾ തിരുവചനത്തിൽ വളരെ കഷ്ടതകളിലൂടെ കടന്നുപോയ പലരെ കുറിച്ചും വായിക്കുന്നുണ്ട്. उसमें से सबसे ज्यादा दर्द से होकर गया हुआ एक व्यक्ति है अय्यूब का जिंदगी। യോബിന്റെ ജീവിതമാണ് ഏറ്റവും വേദനാജനകമായ ജീവിതമായി നമ്മൾ കാണുന്നത്. हालेलुया। मसीह यीशु के बाद में सबसे ज्यादा कठिनाई से होकर गया हुआ वो व्यक्ति अय्यूब है करके परमेश्वर के वचन में हम देख पाते हैं। യേശു ക്രിസ്തു കടന്നുപോയ കഷ്ടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശരീരത്തിൽ കഷ്ടം അനുഭവിച്ച ഒരു വ്യക്തിയായി നമ്മൾ യോബിനെ വേണം കാണാൻ. सोचकर देखिएगा, 10 बच्चे हैं, 10 बच्चों का कॉफिन बॉक्स एक ही दिन में उसके घर के सामने आ रहा है। ഒറ്റ ദിവസം 10 ശവപ്പെട്ടികൾ തന്റെ കുഞ്ഞുങ്ങളുടേത് തന്റെ ഭവനത്തിൽ വന്നിരിക്കുന്നു. और उनका परिवार का भी कॉफिन बॉक्स उसके घर के सामने आकर खड़ा है। ആ കുടുംബങ്ങളുടെ എല്ലാം ശവപ്പെട്ടികൾ തങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്നു. कौन सा बेटा या बेटी के बारे में रोना है, कंफ्यूज हो जाएगा, उतना दर्दनाक एक सिचुएशन का सामना उसे करना पड़ रहा है। ഏത് മക്കളെ ഓർത്ത് ഏത് മകനെ ഓർത്ത് കരയണമെന്ന് തിരിച്ചറിയാത്ത ഒരു സാഹചര്യം. हालेलुया। उसका सारे धन दौलत शत्रु उठाकर लेकर गया। शैतान ने सारे चीजों का नाश कर दिया। അവന്റെ സമ്പത്ത് മുഴുവൻ ശത്രു അപഹരിച്ചു. അവനുണ്ടായിരുന്നതെല്ലാം നഷ്ടമായി നശിച്ചു പോയി. उसके अच्छे घर एक ही दिन में टूट गया, गिर गया। हालेलुया। वैसा एक अवस्था से अय्यूब होकर जा रहा है। നല്ല ഭവനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഒന്നുമില്ലാത്തതുപോലെ ആയിത്തീർന്നു. सोचकर देखिएगा, काफी सालों का मेहनत है एक अच्छा घर, और यदि वो घर एक ही दिन में खत्म हो रहा है, नष्ट हो रहा है, टूट रहा है, सोचकर देखिएगा हम कितना निराश हो जाएंगे। ഒരു മനുഷ്യ ആയുസിന്റെ അധ്വാനമാണ്, അനേക വർഷങ്ങളുടെ ഒരു അധ്വാനമാണ് ഒരു ഭവനം എന്ന് പറയുന്നത്.
അതൊറ്റ ദിവസം കൊണ്ട് വീഴുക ഇല്ലാതെയാകുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ വേദന എന്തായി? उसका सारा प्रशंसा के बातें खत्म हो रहा है। हालेलुया। उसके प्रिय मित्र लोग भी उसके खिलाफ हो गया और उसे इंसल्ट करना शुरू हो गया। തന്റെ പ്രശംസയായിരുന്ന തനിക്ക് സന്തോഷമായിരുന്നതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തീർന്നു പോയി. അത് മാത്രമല്ല തന്റെ ഏറ്റവും പ്രിയ മിത്രങ്ങൾ പോലും തനിക്കെതിരായി തീർന്നിരിക്കുന്നു. उसके शरीर पूरा घाव से भर गया और उसके प्रिय पत्नी भी कहना शुरू कर दिया कि हालेलुया, क्यों ऐसे परमेश्वर के पीछे तू चल रहा है, छोड़ दे और जिंदगी खत्म कर दे। അവന്റെ ഭാര്യ പോലും അവന് വിരോധമായി തീർന്ന് അവനോട് പറഞ്ഞു, ഇനി എന്തിനാ ജീവിക്കുന്നത്? നീ ദൈവത്തെ തള്ളി പറഞ്ഞ് നീയും നശിച്ചു പോകുക. हालेलुया। सारे मित्र जो उसके साथ खड़ा होना चाहिए था, जो उसके द्वारा आशीषित हुआ, वे भी उसका खिलाफ होना शुरू हो गए। അവന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച മിത്രങ്ങളെല്ലാം അവനെ വിട്ട് അവനെതിരായി തീർന്നു. शायद वो मित्र इसके द्वारा काफी बार अनुग्रह पाया होगा, लेकिन ऐसे समय में वे लोग भी अय्यूब के साथ खड़े होने के लिए तैयार नहीं है। ഒരുപക്ഷെ ഒരു കാലത്ത് ഈ സ്നേഹിതരെല്ലാം യോബിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചവരായിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അവരെല്ലാം യോബിനെ വിട്ടകന്നുപോയി. लेकिन ऐसे सारे घटनाएं जब हो रहा है, इस सारे घटनाओं के बीच में भी अय्यूब को एक बात कहने के लिए है कि मेरा उद्धार करता मर गया करके नहीं, बल्कि मेरा उद्धार करता जिंदा है करके अय्यूब वहां पर कह रहा है। ഇത്രയും കഷ്ടങ്ങളും വേദനകളും എല്ലാം സഹിക്കുമ്പോഴും ഇതിന്റെ എല്ലാം നടുവിൽ യോബിന് പറയുവാൻ, എന്റെ വീണ്ടെടുപ്പുകാരൻ മരിച്ചുപോയി എന്നല്ല, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നാണ് യോബ് പറയുന്നത്. हालेलुया। सुबह के वक्त हम भी हियाव के साथ कहने पाए कि मेरा उद्धार करता मर नहीं गया है, बल्कि मेरा उद्धार करता जीवित खुदावंद है। ഇന്ന് രാവിലെ നമുക്കും ശക്തിയോടും ഉറപ്പോടും പറയുവാൻ കഴിയണം, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അവൻ മരിച്ചിട്ടില്ല. मेरा सिचुएशन शायद फेवरेबल नहीं होगा, अनुकूल नहीं होगा, मैं जैसा सोचता हूं वैसा शायद मेरा जिंदगी नहीं जा रहा होगा। कोई बात नहीं, मेरा उद्धार करता जब तक जिंदा है, मैं उसके हाथों में सुरक्षित हूं। എന്റെ സാഹചര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നത് പോലെ എനിക്ക് അനുകൂലമായിരിക്കില്ല. എല്ലാം അവൻ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ പോലെ ആയി വരുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മൾക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയണം, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. जब सब कुछ नष्ट हो गया तभी भी अय्यूब कह रहा है कि हालेलुया, प्रेज़ लॉर्ड, मैं निराश नहीं होऊंगा। हालेलुया, प्रेज़ लॉर्ड, हालेलुया, मैं कभी भी कमजोर नहीं होऊंगा, क्योंकि मेरा उद्धार करता अभी भी मरा नहीं है, वो आज भी जिंदा है। തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, തന്റെ ജീവിതത്തിൽ നിരാശകൾ മാത്രമായിരിക്കുമ്പോഴും താൻ പറയുന്നത്, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, എന്റെ ദൈവം എന്റെ വീണ്ടെടുപ്പുകാരൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. मैं मेरे आंखों से देखूंगा, मेरे शरीरों से मैं अनुभव करूंगा कि मेरा उद्धार करता जिंदा है। ഞാൻ എന്റെ സ്വന്തം കണ്ണാൽ കാണും. ആമേൻ, ഹല്ലേലൂയ. എന്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ എന്റെ സ്വന്തം ശരീരത്തിൽ ഞാൻ പോയി കാണും. हालेलुया। वो है उस भक्त का सबसे बड़ा आशा। ഒരു ഭക്തന്റെ ഒരു പ്രത്യാശ. हालेलुया। शायद सोचकर देखिएगा, नरक खुद हिल गया होगा, क्योंकि शैतान का योजना था अय्यूब को खत्म करना। ആമേൻ, നാം ഒന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ നരകത്തിൽ കോളിളക്കം കൊണ്ട് കാണും. അവന്റെ പദ്ധതികൾ പരാജയപ്പെട്ട നിമിഷമായി യോബിന്റെ ശക്തമായ പ്രഖ്യാപനത്തിൽ. हालेलुया। शैतान ने शायद सोचा होगा कि अब तो अय्यूब परमेश्वर को तिरस्कार करेंगे, परमेश्वर को छोड़ देंगे। इसके लिए ये सारे वातावरणों को शैतान ने आयोजन किया था, लेकिन उसके बीच भी हालेलुया अय्यूब कहता है कि मेरा उद्धार करता जिंदा है। ആമേൻ. പിശാച് വിചാരിച്ചത് എങ്ങനെയാണ്? ഇനിയെങ്കിലും ഈ സാഹചര്യം വന്നപ്പോഴെങ്കിലും യോബ് ദൈവത്തെ തള്ളിപ്പറയുമെന്ന് പിശാച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ആമേൻ അവനെ കോളിളക്കം കൊള്ളിച്ചുകൊണ്ട് യോബിന്റെ പ്രഖ്യാപനം, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. हालेलुया। आपकी जिंदगी में शैतान क्यों तनाव लेकर आ रहा है, क्यों मुश्किलों का खड़ा कर रहा है, क्यों आप प्रार्थना करने वाले विषयों का जवाब तुरंत नहीं मिल रहा है? क्योंकि वो सुनना चाहता है कि मेरा उद्धार करता मर गया है। लेकिन आज सुबह हम
हम ना कहें कि मेरा उद्धार करता मर गया है, बल्कि हम हियाव के साथ कहने पाए मेरा उद्धार करता आज भी वो जिंदा खुदावंद है। നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ എന്തുകൊണ്ടാ കടന്നു വരുന്നത്? നാം ചിന്തിക്കുന്ന ആമേൻ ആ അവസ്ഥകളിലല്ല നമ്മുടെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാ ആമേൻ ആ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് ആമേൻ അവൻ മരിച്ചുപോയി, അവൻ ഇല്ല, അവൻ കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ശക്തിയോടെ പറയുവാൻ കഴിയണം, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു ഈ കഷ്ടതയുടെ നടുവിൽ. हालेलुया, प्रेस लॉर्ड। हमें निराश करने के लिए शैतान योजनाएं बना रहा है। നമ്മളെ നിരാശപ്പെടുത്തുവാൻ പിശാച് ആമേൻ ശ്രമിക്കും. हालेलुया, हमारे मुंह से निराशा के शब्द आने के लिए शैतान सारे बातों का तैयारी कर रहा है। നമ്മുടെ വായിൽ നിന്ന് നിരാശയുടെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടിയാണ് പിശാചി തന്ത്രങ്ങൾ മുഴുവനും മെനയുന്നത്. लेकिन हम कहने पाए कि जब तक वो सिंहासन पर विराजमान है तब तक शत्रु हमारे खिलाफ कुछ भी हालेलुया जयवंत नहीं हो सकता है। ദൈവം സിംഹാസനത്തിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ വാസം ചെയ്യുന്നിടത്തോളം, അവൻ ഇരിക്കുന്നിടത്തോളം നമ്മളെ ശത്രുവിനൊന്നും ചെയ്യുവാൻ നിരാശപ്പെടുത്തുവാൻ കഴിയുകയില്ല. आगे 23 आयत की ओर हमारे ध्यान हम लेकर आएंगे। 23 വാക്യം, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതു. हालेलुया, प्रेस लॉर्ड। वे लोगों ने उसके खिलाफ षड्यंत्र रचा, उसे हालेलुया मार डालने के लिए हालेलुया सारे बातों का उन्होंने तैयारियां कर चुका है। വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവനോട് പൊരുത്, അവനെ എയ്തു, അവനെ ഇല്ലാതെയാക്കുവാൻ സകല ശ്രമവും അവർ ചെയ്തു. वो षड्यंत्र बनाएगा खत्म करने के लिए, लेकिन जब तक परमेश्वर सिंहासन पर विराजमान है, परमेश्वर आपको सुरक्षित रखने वाला परमेश्वर है। അവർ എത്ര ശ്രമിച്ചാലും ദൈവം നമുക്കുള്ളിടത്തോളം കാലം അവർക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. यूसुफ अपने बल में नहीं खड़ा है, बल्कि उसे पता है जिसने उसे स्वप्न दिया है, जिसने उसे दर्शन दिया है, वो परमेश्वर उसे खड़ा करने वाला परमेश्वर है। യോസേഫ് ഒരിക്കലും സ്വന്തം ബലത്തിൽ അല്ല നിൽക്കുന്നത്. അവനൊരു ഉറപ്പുണ്ട്, എനിക്ക് സ്വപ്നം തന്നവൻ, എന്നെ വിളിച്ചിറക്കിയവൻ എന്നെ നിർത്തുമെന്നും അവൻ എന്നെ ഉറപ്പോടെ നടത്തുമെന്നും ഒരു ഉറപ്പ് യോസേഫിനുണ്ടായിരുന്നു. Hallelujah, praise Lord। It is because God whom his father served, उसके पिता जिस परमेश्वर की आराधना करता था, वो परमेश्वर के बारे में एक अच्छा पहचान यूसुफ के जिंदगी में रहा है। തന്നെ വിളിച്ച ദൈവം തന്റെ പിതാവിന്റെ ദൈവമാണ്, തന്നെ നടത്തുമെന്നുള്ള ഒരു ഉറപ്പ് യോസേഫിനുണ്ടായിരുന്നു. याकूब जब यूसुफ से मिलता है, हालेलुया, उससे कहता है कि बड़े धन दौलत तुझे मेरे द्वारा देने के लिए नहीं है, लेकिन एक बात मैं तुझे देना चाहता हूं, हालेलुया, मेरे पिताओं का परमेश्वर हमें तुझे भी सुरक्षित रखने के लिए विश्वास योग्य परमेश्वर है। യോസെഫിനെ കണ്ട നിമിഷം യാക്കോബ് ഇങ്ങനെ പറയുവാനിടയായി, എനിക്ക് നിനക്ക് തരുവാൻ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ പിതാക്കന്മാരുടെ ദൈവം, ആ ദൈവത്തെ നിനക്ക് തരാം, ആ ദൈവം നിന്നെ സൂക്ഷിക്കുവാനിടയായി തീരുമെന്ന് പിതാവ് തന്നോട് പറഞ്ഞു. 24th आयत को हम जल्दी से देखेंगे। 24 വാക്യം, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു, അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു, ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. हालेलुया, उसका धनुष वो दृढ़ता के साथ खड़ा है, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു, क्योंकि उसके पिताओं का परमेश्वर आमीन उस पर उसका भरोसा रहा है। അവന്റെ ആശ്രയം അവന്റെ പിതാവിന്റെ ദൈവത്തിങ്കലായിരുന്നു. वो अपने बल में आश्रय नहीं कर रहा है, बल्कि अपने पिताओं का परमेश्वर के बल में उसका आश्रय और भरोसा रखा है। അവന്റെ ആശ്രയം അവന്റെ സ്വയത്തിലായിരുന്നില്ല, അവൻ ആശ്രയം വെച്ചത് അവന്റെ പിതാവിന്റെ ദൈവത്തിൽ അവൻ ബലപ്പെട്ടു. I mean, it's by the hands of the mighty God of Jacob, hallelujah, याकूब का परमेश्वर I mean उसे संभाल रहा है, उसे चलाया है करके एक दृढ़ता उसके जिंदगी में रहा है। യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ അവന്റെ ഭുജം ബലപ്പെട്ടിരുന്നു. हालेलुया, बड़े धन दौलत शायद हमें अपने बच्चों को देने के लिए नहीं होगा, लेकिन एक बात आप दृढ़ता के साथ अगला पीढ़ी को देने के लिए तैयार हो जाए, मेरा परमेश्वर तेरा भी परमेश्वर होने पाए। നമ്മുടെ വരുന്ന തലമുറയ്ക്ക് കൊടുക്കുവാൻ ഒരു പക്ഷെ വലിയ സമ്പത്തും ഒന്നും നമ്മുടെ കയ്യിൽ കാണുകയില്ലായിരിക്കാം, സാരമില്ല,
പക്ഷെ അവർക്ക് കൊടുക്കുവാൻ കഴിയണം. എന്റെ ജീവനുള്ള ദൈവം നിന്നെ നടത്തും, നിന്റെ ബലമായിരിക്കും എന്നത് ധൈര്യം അവർക്ക് കൊടുക്കുവാൻ ഇടയാകട്ടെ. हालेलुया, प्रेज लॉर्ड। पूर्व पिताओं को हमने देखा है, हालेलुया, उनको शायद अपने पीढ़ी को देने के लिए बड़ा घर नहीं था, बड़े गाड़ी नहीं था, बड़े धन दौलत नहीं था, लेकिन एक बात था, उसके पिताओं का परमेश्वर का पहचान अगला पीढ़ी को वे देने के लिए तैयार हुआ है। പൂർവ്വപിതാക്കന്മാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വരും തലമുറയ്ക്ക് കൊടുക്കുവാൻ വലിയ ഭവനമോ വണ്ടിയോ ആമേൻ വലിയ കാര്യങ്ങളോ സമ്പത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവത്തെ കുറിച്ചുള്ള ഒരു അറിവും ആമേൻ അത് ദൈവത്തെ കുറിച്ചുള്ള അറിവ് അവർക്ക് കൈമാറി കൊടുക്കുവാൻ അവർക്ക് കഴിയും. हालेलुया, इसके लिए अगला पीढ़ी कभी भी नष्ट होने नहीं दिया, लेकिन हम हमारे अगला पीढ़ी को हम क्या दे रहे हैं, आज हम बड़े ध्यान से सोचना जरूरी है। ആ ദൈവത്തെ പ്രാപിച്ച തലമുറകൾ നശിച്ചു പോയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ എന്താ കൈമാറിയിരിക്കുന്നത്. आमीन। हमारे पूर्व पिता है बहुत ही भूखे रहे हैं, बहुत ही कष्ट उठाए हैं, कठिनाइयों का सामना किया है, इंसल्ट निंदाओं से वे होकर जाना पड़ा है, लेकिन तभी भी आमीन उनके अंदर एक हिम्मत था कि हालेलुया, यहोवा परमेश्वर हमारा दृढ़ गढ़ है, वो हमारा हाथ कभी ना छोड़ने वाला परमेश्वर है। നമ്മുടെ പിതാക്കന്മാർ കഷ്ടം അനുഭവിച്ചു, വിശപ്പും ദാഹവും ദണ്ഡവും എല്ലാം അനുഭവിച്ചപ്പോഴും അവർ ആമേൻ ഉറപ്പോടെ അറിഞ്ഞ ഒരു സത്യമുണ്ട്, നമ്മുടെ ദൈവം ജീവിക്കുന്നു, അവൻ നമ്മെ നടത്തുമെന്നുള്ളത്. हालेलुया, याकूब के अंदर एक हिम्मत ये है कि एक पूरा रात मैंने हालेलुया परमेश्वर के साथ जब मल्ल युद्ध किया, हालेलुया, मैं पराजित हो सकता था, लेकिन मुझे तभी भी पराजित होने नहीं दिया, बल्कि वो खुद पराजय सहते हुए मुझे वो विजय बनाने के लिए तैयार हो गया था। യാക്കോബിന് അറിയാവുന്ന ഒരു സത്യമുണ്ട്, ഒരു രാത്രി മുഴുവൻ ഞാൻ ആമേൻ ദൈവത്തോട് മല്ല് പിടിച്ച സമയത്ത് ഞാൻ തന്നെയാണ് പരാജയപ്പെടേണ്ടത്, എന്നിരുന്നാലും എന്നെ പരാജയപ്പെടുവാൻ അനുവദിക്കാതെ ദൈവം ജയം തന്നെ ഹല്ലേലൂയ നടത്തിയ ഒരു ദൈവമുണ്ട്. मेरे स्तुतियों को उसने बदल दिया, मेरा नाम उसने बदल दिया, वो परमेश्वर का पहचान मैं तुझे भी देना चाहता हूँ। എന്റെ അവസ്ഥ മാറ്റിയ ഒരു ദൈവമുണ്ട്, എന്റെ പേര് മാറ്റിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നെന്ന് യോസഫിന് പറഞ്ഞു. मेरा परमेश्वर की खासियत यह है, वो खुद पराजय आमीन सहने के लिए तैयार हो जाएगा, लेकिन अपने बच्चे पराजित होने के लिए वो कभी भी मौका नहीं देता है। നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ദൈവത്തിന് പരാജയം ആമേൻ അവൻ സഹിക്കേണ്ടി വന്നാലും തന്റെ മക്കൾ വിജയത്തോടും ജയത്തോടും നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. इसके लिए हम जयवंत से भी बढ़कर है। അതുകൊണ്ട് നമ്മൾ ജയശാലികളാണ്. क्या याकूब उस रात परमेश्वर के सामने आमीन प्रेज लॉर्ड हालेलुया आमीन जीत पाने के लिए आसान था? नहीं, बल्कि परमेश्वर खुद आमीन याकूब को जीतने का मौका दे रहा है। അവിടെ ദൈവത്തിന് അന്ന് രാത്രി ആമേൻ യാക്കോബിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ലാഞ്ഞിട്ടാണോ? അല്ല, എന്നിരുന്നാലും തന്റെ മകനെ ദൈവം സ്നേഹിച്ചു. याकूब आमीन यूसुफ से एक बात और कह सकता है कि हालेलुया, लाबान मुझे खत्म करने का इरादा बनाकर आया था, लेकिन परमेश्वर तेरा यहोवा परमेश्वर हालेलुया उसने उस रात को लाबान से कहा कि तू यदि भला हो या बुराई हो, कोई भी बातें मेरा याकूब के खिलाफ बोलना नहीं। उस वार्निंग के कारण मैं बचकर निकला था। യാക്കോബ് യോസഫിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു കാണും. യോസഫെ, ഒരു രാത്രി ലാബാനെ നശിപ്പിക്കുവാനായി വരുന്നവനോട് ആമേൻ ദോഷമാകട്ടെ ഗുണമാകട്ടെ നീ എന്റെ ഭക്തനോട് ഒന്നും ചെയ്യരുതെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ ശബ്ദ നിമിത്തം ഞാൻ സുരക്ഷിതനായിരുന്നു എന്നുള്ളത് തന്റെ മകനോട് പറഞ്ഞു കൊടുത്തു കാണും. हम अगला पीढ़ी को समझाकर बताने पाए कि जिस परमेश्वर ने मुझे यहाँ तक लेकर आया है, वो परमेश्वर तेरा हाथ नहीं छोड़ेगा, बल्कि अंत तक तुझे संभालने के लिए विश्वास योग्य है। നമ്മുടെ വരുന്ന തലമുറയോട് പറഞ്ഞു കൊടുക്കണം, ആമേൻ ഇന്ന് വരെയും ഞാൻ സുരക്ഷിതമായി വന്ന് തന്നെ നടത്തിയ ദൈവത്തിന്റെ കൃപയാ, ആ ദൈവം നിന്നെ നടത്തുമെന്നുള്ള സത്യം ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു. लेकिन आजकल हमारा नजरिया बदल गया है। हम बच्चे परमेश्वर में बढ़ने के लिए हम मौका कम देते हैं, उन्हें हम व्यस्त कर देते हैं संसार की बातों का अचीवमेंट्स प्राप्त करने के लिए। എന്നാൽ ഇന്നത്തെ കാഴ്ചപ്പാടുകളെല്ലാം മാറി. അവർക്ക് ആത്മികമായി വളരുവാനുള്ള സമയമോ അതിനുള്ള തിരക്കുകൂട്ടലുകളോ നമുക്കില്ല. ലോകപരമായ കാര്യങ്ങളിൽ അവരെ ബിസിയാക്കി
ആത്മീക വിഷയങ്ങളിൽ വളരെ കുറവ് സമയം മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുള്ളൂ. हम बच्चों से कहते हैं कि तुम बैठकर पढ़ लो, हम चर्च चले जाएंगे. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ പഠിക്കുക, ഞങ്ങൾ ചർച്ചിൽ പോയിട്ട് വരാം. मित्रों के साथ जाना है, तुम चले जाओ, हम चर्च जाएंगे. पेरेंट्स कहते हैं. കുഞ്ഞുങ്ങള് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകുമ്പോൾ മാതാപിതാക്കൾ സഭയിൽ പോകും. हालेलुया, प्रेज द लॉर्ड. जहां पर अगले पीढ़ी को परमेश्वर का पहचान दिलवाना है, वहां पर क्या हम वास्तव में अगला पीढ़ी को परमेश्वर का पहचान हम दिलवा पा रहे हैं. വരുന്ന തലമുറയ്ക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കേണ്ട സമയത്ത് നാം ദൈവത്തെ അവർക്ക് ആ അറിവ് നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ടോ? हालेलुया. हमारे बचपन के समय में एक भी मीटिंग हम बंक नहीं कर सकते थे. കൊച്ചു പ്രായത്തിൽ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് പോലും മുടക്കുവാനുള്ള അനുവാദമില്ലായിരുന്നു. चाहे एग्जाम हो या बोर्ड एग्जाम हो, मीटिंग है, मीटिंग में जाना ही पड़ता है. പരീക്ഷയായാലും വലിയ പരീക്ഷയായാലും ഏത് പരീക്ഷയായിരുന്നാലും കൂട്ടായ്മയ്ക്ക് പോകണം. हालेलुया. उसमें से कोई एक्सेप्शन नहीं है, कोई एक्सक्यूज हम बोल नहीं सकते थे. അതിനകത്ത് യാതൊരു ഒഴിവ് കഴിവും ഇല്ലായിരുന്നു. इसके लिए पीढ़ियां नष्ट नहीं हुआ, परमेश्वर के लिए खड़ा हो पा रहे हैं. അതുകൊണ്ട് തലമുറകൾ നഷ്ടപ്പെട്ടു പോയില്ല, ദൈവത്തിന് വേണ്ടി നിൽപ്പാനിടയായി. हमारा फ्रीडम सब कुछ खत्म हो गया था. हालेलुया. जैसा पापा बोलेगा वैसा ही घर पे होता है, लेकिन आजकल बच्चे जैसा बोलता है वैसा पापा मम्मी एडजस्ट होना पड़ता है. അന്നത്തെ കാലഘട്ടത്തിൽ യാതൊരു വിട്ടുവീഴ്ചകളും ഇല്ലായിരുന്നു. അന്ന് അപ്പന്മാർ പറയുന്നത് മക്കളും എല്ലാവരും കുടുംബത്തിൽ അനുസരിക്കും. ഇന്ന് മക്കൾ പറയുന്നത് അപ്പനമ്മമാരനുസരിക്കും. हालेलुया. समय बदलते जा रहा है. സമയമെല്ലാം മാറി. एक बार एक परमेश्वर के दास उनके हायर स्टडीज के लिए केरला से नॉर्थ इंडिया जा रहा था. ഒരിക്കൽ ഒരു ദേവദാസൻ കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ പഠിക്കുവാനായി പോയി. बहुत साल पहले का बात है, तब मोबाइल फोन भी तब नहीं था. വളരെ കാലങ്ങൾക്ക് മുമ്പായിരുന്നു, അന്ന് മൊബൈൽ ഫോണുകളില്ലായിരുന്നു. वो अकेला ट्रेन में यात्रा करके आ रहा है. താൻ തനിച്ചാണ് ട്രെയിനിൽ യാത്ര ചെയ്തത്. पहले बार घर से वो अलग होकर खड़ा है. ആദ്യമായിട്ടാണ് ഭവനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. उसको बिल्कुल नींद नहीं आ रहा है. ट्रेन में यात्रा कर रहा है, सब लोग सो रहा है, लेकिन उसे बिल्कुल नींद नहीं आ रहा है. തനിക്ക് ഉറക്കം വരുന്നില്ല, ബാക്കി ട്രെയിനിൽ എല്ലാവരും ഉറങ്ങുകയാണ്. क्योंकि बच्चे माँ बाप सब बड़े मिलजुल कर घर में रहते थे, लेकिन अभी अकेला एक यात्रा उसको करना पड़ रहा है. താൻ ഭവനത്തിൽ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചായിരുന്നു, എന്നാൽ ഇപ്പോൾ തനിച്ചായിരിക്കുന്നു. उस ट्रेन में रात को करीबन 3 बजे के करीब वो जब सब लोग सो रहा है, वो खुद वहां पर उठकर बैठा हुआ है. രാത്രി 3 മണിക്ക് ട്രെയിനിൽ എല്ലാവരും ഉറങ്ങിയ, പക്ഷെ താൻ ഉണർന്നിരിക്കുക. वैसे समय में उस ट्रेन के कंपार्टमेंट में 2 डाकुए चोरी करने के लिए आता है. ആ സമയത്താണ് രാത്രി 3 മണിക്ക് ഈ കമ്പാർട്ട്മെന്റിൽ 2 കള്ളന്മാർ കയറി. और वे आकर देखते हैं चोरी करने के लिए. तब देखता है कि एक जवान लड़का वो नहीं सोया है, बाकी सब सोए हैं. इसके लिए इन्होंने इरादा बनाया कि इसको हम पहले मारेंगे, फिर हम बाकी का सब बातों को हम चोरी करेंगे. ഈ കള്ളന്മാർ നോക്കിയപ്പോൾ ഈ മുഴുവൻ കമ്പാർട്ട്മെന്റിലും വെച്ച് ഒരു ചെറുപ്പക്കാരൻ മാത്രം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവനെ നമുക്ക് ആദ്യം തീർക്കണം, അത് കഴിഞ്ഞിട്ടേ നമുക്ക് കട്ടെടുക്കാൻ പറ്റും. दोनों ने मिलकर उन्हें बहुत मारपीट करने के लिए कोशिश किया. അവർ രണ്ടുപേരും കൂടെ ഇവനെ പിടിച്ച് ഒരുപാട് ഉപദ്രവിച്ചു. और वहां से उस डोर के पास लेकर आकर बहुत उसे मारपीट करना शुरू कर लिया. ആ വാതിലിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ ഒരുപാട് ഉപദ്രവിച്ചു. ये जवान लड़का, उसे पता नहीं कि क्या करना है, क्योंकि उसे भाषा भी नहीं आता है. वो पूरा मार अपने शरीर पे भी खा रहा है. താൻ ഒരു ചെറുപ്പക്കാരനാണ്, തനിക്ക് ഭാഷയും അറിയത്തില്ല, അവൻ അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി. लेकिन उसने अचानक से अपने वॉच जब देखा तो 3 बजे का समय हो रहा है. तुरंत उसके मन में एक हिम्मत हो रहा है कि 3 बजे का समय मेरा पप्पा घुटने में बैठकर प्रार्थना करने का समय है. താൻ പെട്ടെന്നാണ് ശ്രദ്ധിച്ചത്, രാത്രി 3 മണി സമയമാണ്. അപ്പോൾ അവന് പെട്ടെന്ന് മനസ്സിലൊരു ധൈര്യം ഉണ്ടാകുവാനിടയായി. ഈ 3 മണിക്കാണല്ലോ എന്റെ പപ്പ എഴുന്നേറ്റ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. मैंने हर दिन देखा है मेरे पापा 3 बजे उठकर घुटनों में बैठकर वो प्रार्थना करते थे. എല്ലാ ദിവസവും 3 മണി ആകുമ്പോൾ തന്റെ പിതാവ് പ്രാർത്ഥിക്കുന്നത് തനിക്കറിയാം. हालेलुया. उसे जल्दी से हिम्मत हुआ कि अब मेरा पापा घुटने में बैठकर प्रार्थना करना शुरू किया തന്റെ होगा. മനസ്സിനൊരു ധൈര്യമുണ്ടായി, ഇപ്പോൾ എന്റെ പപ്പ പ്രാർത്ഥനയ്ക്ക് മുട്ടിന്മേൽ നിൽക്കുന്നുണ്ടാകും.
आमीन तुरंत वहां से कहीं ना कहीं से एक व्यक्ति आ गया। आमीन उनके कंपार्टमेंट में आमीन बहुत ही लंबा और चौड़ा एक बड़े आमीन सामर्थ्य एक व्यक्ति तुरंत उस कंपार्टमेंट में अचानक से आ रहा है। പെട്ടെന്ന് ആ കമ്പാർട്ട്മെന്റിൽ വളരെ വണ്ണവും പൊക്കവും ഒക്കെയുള്ള ഒരു വലിയ മനുഷ്യൻ അവിടെ പെട്ടെന്ന് കടന്നു വന്നു. और वो व्यक्ति आकर इस दोनों डाकुओं को आमीन बड़े तेजी से उसे मार रहा है। ഒരു ആ വ്യക്തി വന്ന് ഈ രണ്ട് കള്ളന്മാരെയും നന്നായിട്ട് അടിക്കുവാനിടയായി. आमीन कुछ भी पूछा नहीं, बल्कि ये दोनों डाकुओं को इतना मारा और दौड़ते हुए ट्रेन से इस दोनों डाकुओं को गेट से बाहर फेंक दिया। വളരെ ശക്തമായി ഒന്നും ചോദിക്കാതെ അവന്മാരെ അടിച്ചതിന് ശേഷം ഓടുന്ന ട്രെയിനിൽ നിന്ന് രണ്ട് കള്ളന്മാരെയും പുറത്തേക്ക് ഇട്ടു. हालेलुया। और फिर ये जवान व्यक्ति से आकर वो व्यक्ति आकर कहता है कि तुम मत डरो, मैं तुम्हारे साथ हूं। हालेलुया, तुम आराम से जाकर सो जाओ, मैं आमीन इसी कंपार्टमेंट में हूं और कोई भी तुझे छेड़ने के लिए नहीं आएगा। ആ വ്യക്തി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ സുഖമായി പോയി കിടന്നുറങ്ങ, ഞാൻ ഇവിടെ ഉണ്ട്, ഇനി നിന്നെ ആരും ഉപദ്രവിക്കത്തില്ല എന്ന് പറയുവാനിടയായി. इतने मारपीट मिलने के बाद उसके आंख आंसुओं से भरा हुआ था। वो अपने आंसुओं को पहुंचने के बाद में ये व्यक्ति कौन है उसे आकर धन्यवाद कहने के लिए आग्रह के साथ आकर इस जवान व्यक्ति इस व्यक्ति को पूरा कंपार्टमेंट में ढूंढ रहा है। താൻ കരച്ചിലൊക്കെ കഴിഞ്ഞ് കണ്ണുനീരൊക്കെ തുടച്ച് ഈ വ്യക്തി ആരാണെന്ന് കാണുവാൻ തനിക്കൊരു നന്ദി പറയുവാൻ ആ കമ്പാർട്ട്മെന്റിൽ തന്നെ അവിടെ എല്ലാം നോക്കി. हालेलुया, पूरा कंपार्टमेंट में ढूंढा लेकिन ये व्यक्ति को नहीं मिल रहा है। താൻ അവിടെ എല്ലാം അന്വേഷിച്ചിട്ട് ഈ വ്യക്തിയെ മാത്രം കണ്ടില്ല. तब उसे पता चला कि मेरे पापा 3 बजे उठकर घुटनों में अपने पिता से जब प्रार्थना की है, परमेश्वर ने स्वर्गीय दूतों को भेजते हुए मुझे संभालने के लिए उसने अपने दूतों को भेजा था। അപ്പോഴാണ് തനിക്ക് മനസ്സിലായത്, തന്റെ പിതാവ് 3 മണിക്ക് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥനയ്ക്കായി ഇറങ്ങിയപ്പോൾ ആമേൻ അവിടെ നിന്ന് സ്വർഗത്തിലെ ദൂതനെ അയച്ച് എന്നെ വിടുവിച്ചതാണെന്നുള്ള സത്യം തനിക്ക് തിരിച്ചറിയുവാനിടയായി. उसे पता है कि मेरा पिता का परमेश्वर मुझे इतना दूर भी मेरे अकेला की यात्रा में भी मुझे सुरक्षा दे सकता है। താൻ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്, എന്റെ പിതാവിന്റെ ദൈവം എത്ര ആമേൻ ശ്രേഷ്ഠമാണ്, ഞാൻ പിതാവിൽ നിന്ന് എത്ര ദൂരെ ആയിരുന്നാലും ദൈവം എന്നെ വിടുവിക്കുമെന്ന സത്യം തനിക്ക് മനസ്സിലായി. क्या हमारे पीढ़ी हमें देखकर कह पाएंगे कि मेरा पापा का परमेश्वर मेरा भी परमेश्वर നമ്മുടെ है? തലമുറകൾ നമ്മെ നോക്കി പറയുമോ, എന്റെ അപ്പന്റെ ദൈവം എന്റെ ദൈവമാണ്. आपकी प्रार्थनाएं व्यर्थ नहीं जाएगा, बल्कि आपकी प्रार्थनाएं अपनी अगला पीढ़ी को सुरक्षा के लिए उन्हें संभालने के लिए स्वर्गीय दूतों को भेजते हुए अनर्थों से उन्हें बचाने के लिए कारण हो जाता है। നമ്മുടെ പ്രാർത്ഥനകളൊന്നും വൃഥാവല്ല. അടുത്ത തലമുറയെ ദൂതന്മാരെ അയച്ച് അവരുടെ അപകടങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ അതൊരു കാരണമായി തീരും. हमारे बच्चे शायद अलग राज्यों में होगा, अलग देश में होगा, हमारे दृष्टि शायद नहीं पहुंच पा रहा होगा, लेकिन आपका प्रार्थना उनके लिए बहुत बड़े कवरिंग है। നമ്മുടെ തലമുറകൾ വലിയ വേറെ രാജ്യത്തോ വേറെ ദേശത്തോ വേറെ സാഹചര്യങ്ങളോ ആയിരുന്നാലും നമ്മുടെ പ്രാർത്ഥന അവർക്ക് വലിയൊരു വലയമായിരിക്കും. हालेलुया, आपको यदि पवित्र आत्मा जगाकर प्रार्थना करवा रहा है तो आमीन जरूर आमीन उनका उस अनर्थ के बीच में उन्हें संभालने के लिए परमेश्वर आपको जगा रहा है। ഒരുപക്ഷെ രാത്രിയിൽ നിങ്ങളെ ഉണർത്തുന്നെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. വലിയ എന്തെങ്കിലും അനർത്ഥം ആമേൻ ആരുടെങ്കിലും ജീവിതത്തിൽ തലമുറകളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിരിക്കാം നിങ്ങളെ ഉണർത്തുന്നത്. यहाँ पर हम देखा कि हालेलुया यूसुफ की जिंदगी में याकूब आकर कहता है कि बड़े धन दौलत तो तुझे मेरे पास देने के लिए नहीं है, लेकिन एक खुदा है हालेलुया जिसका पहचान मैं तुझे दे रहा हूं। അവിടെ യാക്കോബ് പറയുക, എനിക്ക് വലിയ കാര്യങ്ങളൊന്നും നിനക്ക് തരാനില്ല, പക്ഷെ എന്റെ ദൈവത്തെ കുറിച്ചുള്ള ആ അനുഗ്രഹം ആ അറിവ് ഞാൻ നിങ്ങൾക്ക് തരും. उसके 25वीं आयत को हम जल्दी से देखेंगे। 25-ാം വാക്യം, നിൻ പിതാവിന്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും, സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിന്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. आमीन, हर एक प्रकार की अनुग्रह यूसुफ के लिए याकूब दे रहा है। എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും യോസഫിന് യാക്കോബിനാൽ ലഭിക്കുക. हालेलुया, प्रेज लॉर्ड। और कहता है कि बाकी कुछ भी देने के लिए नहीं है, लेकिन ये काफी है तेरी जिंदगी को सुरक्षित रखने के लिए। മറ്റൊന്നും ഞാൻ നിനക്ക് തന്നില്ലെങ്കിലും ഈ അനുഗ്രഹം ഞാൻ നിനക്ക് തരികയാണ്. बड़े मकान या बैंक बैलेंस या गाड़ी या कुछ भी पदवियां देने के लिए नहीं होगा, कोई बात नहीं। वो परमेश्वर का पहचान यदि देने के लिए तैयार है, वो उन्हें सुरक्षित रखने वाला है। വലിയ വീടോ ബംഗ്ലാവോ
വാഹനമോ സമ്പത്തോ ഒന്നും കൊടുത്തില്ലെങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള അനുഗ്രഹവും ദൈവത്തെക്കുറിച്ചുള്ള അറിവും തലമുറയ്ക്ക് കൊടുക്കണം. याकूब कहता है कि हे यूसुफ, हालेलुया, तू उस जगह का प्रधानमंत्री हुआ करके उस खबर मैंने सुना, वो मुझे आनंदित नहीं किया, बल्कि तू जिंदा है करके मैंने जब सुना, वो मेरे प्राण को ठंडा कर दिया है. യാക്കോബ് പറയുക, നീ വലിയ പ്രധാനമന്ത്രി ആയെന്നുള്ളതൊന്നും എനിക്ക് വലിയ സന്തോഷം തന്നില്ല, നീ ജീവനോടിരിക്കുന്നെന്ന് കേട്ടപ്പോൾ എന്റെ പ്രാണനൊരു തണുപ്പുണ്ടാകുവാനിടയായി. हालेलुया, प्रेज द लॉर्ड, हालेलुया. यूसुफ की जिंदगी कितने परेशानी आया, उसे खत्म करने का इरादा बनाया. हालेलुया. उस आयतों में जिस प्रकार हमने देखा है, उसे निराश करने के लिए बहुत से योजनाएं शत्रु ने बनाया, लेकिन कहीं पर भी पराजित होने नहीं दिया, बल्कि परमेश्वर ने उन्हें संभाला है. എത്ര വലിയ അനർത്ഥങ്ങൾ ജീവിതത്തിൽ നാശം സംഭവിക്കുവാൻ തക്കവണ്ണം ഉണ്ടായിട്ടും അവിടെ ഒന്നും നശിക്കാതെ ദൈവം തന്നെ അനുഗ്രഹത്തോട് നടത്തുവാനിടയായി. यूसुफ एक फलवंत डाकलता है. യോസെഫ് ഫലപ്രദമായ വൃക്ഷം. आमीन. कोई भी उसका फल खत्म करने का भी कोशिश करे, परमेश्वर जब अनुग्रह करने के लिए तैयार है, कोई भी उसे नाश नहीं कर सकता है. അവന്റെ ഫലങ്ങളെ നശിപ്പിക്കുവാൻ, അവനെ നശിപ്പിക്കുവാൻ ആരെല്ലാം ശ്രമിച്ചാലും ദൈവം അവന്റെ ആശ്രയമായിരിക്കുന്നിടത്തോളം അവനെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. एक और एक बात बताकर मैं समाप्त करना चाहूंगा. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. हालेलुया. उसको काफी साल लग गया कारागृह में, और पुतीफर के घर में उसका समय खत्म हो गया था. അവന്റെ അനേകം വർഷങ്ങൾ കാരാഗൃഹത്തിൽ പോത്തിഫറിന്റെ ഭവനത്തിൽ നശിച്ചു പോകുവാനിടയായി. लेकिन वहां से क्यों, मुझे एक श्रेष्ठता नहीं है सोचकर शायद वो निराश हो गया होगा. അവൻ ഓർത്തു കാണും, എനിക്കൊരു ഉയർച്ച എന്തായില്ല. लेकिन परमेश्वर एक व्यक्ति को जब उठाने के लिए तैयार होता है, क्षण भर में, विद इन सेकेंड्स, परमेश्वर उठाने वाला परमेश्वर है. ദൈവം ഒരുവനെ ഉയർത്തുവാൻ ആഗ്രഹിച്ചാൽ നിമിഷ നേരം കൊണ്ട് ക്ഷണത്തിൽ തന്നെ അവനെ ദൈവം ഉയർത്തുവാൻ. हालेलुया. रोटी देने वाला व्यक्ति, मंत्री आकर यदि यूसुफ को उठाएगा, तो उससे भी ऊंचा वाला पोजीशन में कभी भी उसके लिए रेकमेंड नहीं करेगा. അപ്പക്കാരനായിരുന്നു രാജാവിനോട് അവന് വേണ്ടി സംസാരിച്ചിരുന്നതെങ്കിൽ അവനേക്കാളും മേളിൽ ഒരു പൊസിഷനിൽ ഒരിക്കലും യോസഫിനെ അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യത്തില്ല. हम भी कभी भी, हमसे भी ऊंचा पोजीशन में किसी के लिए रेकमेंड करने के लिए हम तैयार नहीं होते. നമ്മളെക്കാളും മേളിൽ ഒരു പൊസിഷനിൽ ഇരിക്കുവാൻ നമ്മൾ ആരെയും റെക്കമെൻഡ് ചെയ്യത്തില്ല. हालेलुया. हमसे एक स्टेप नीचे रखने के लिए ही हम कोशिश करते हैं. നമ്മളെക്കാൾ ഒരു ലെവൽ താണ് ജോലിയിൽ നമ്മൾ ആളുകളെ വെക്കും. हम कितना भी फेवर दिखाए, कितना भी दिल खोल कर प्यार करें, लेकिन हमसे एक कदम नीचे रखने का ही कोशिश मनुष्य करते हैं. നമ്മൾ എത്ര സ്നേഹമുള്ളവരായിരുന്നാലും, എത്ര തുറന്ന് സ്നേഹിച്ചെന്ന് പറഞ്ഞാലും, നമ്മളിൽ ഒരു ലെവല് താഴെ ആളുകളെ നമ്മൾ വെക്കത്തുള്ളൂ. कारागृह में सालों साल हमें साथ में रहने वाला व्यक्ति को एक दिन का पहचान में कभी भी उससे भी श्रेष्ठ पदवी देने के लिए तैयार नहीं होगा, उससे नीचे वाला पदवी में ही रखने के लिए वो तैयार हो सकता है. കേവലം കാരാഗൃഹത്തിൽ വെച്ച് മാത്രം പരിചയമുള്ള ഒരു വ്യക്തി ഇവനെ റെക്കമെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അവനിലും താഴെ ഒരു ജോലിയിൽ മാത്രമേ തന്നെ വെക്കുവാനുള്ള കാര്യം ഉണ്ടാകുകയുള്ളൂ. लेकिन परमेश्वर यदि एक व्यक्ति को उठाता है, उसका लेवल परमेश्वर बदलता है. എന്നാൽ ദൈവമാണ് ഒരുവനെ ഉയർത്തുന്നതെങ്കിൽ അവന്റെ സകല സാഹചര്യങ്ങളും മാറും. जल्दी से उसे बुला रहा है, राजमहल में लेकर आने से पहले उसे नहलाता है, अच्छा वस्त्र पहनाता है, और क्षण भर में उसे राजमहल में लाके खड़ा करता है. എന്നാൽ കൊട്ടാരത്തിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ അവനെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റി കൊട്ടാരത്തിൽ നല്ല പദവിയിലേക്ക് അവനെ കൊണ്ടുവരുവാൻ. और उसे वहां का जो प्रधानमंत्री बना रहा है, वो सब कुछ विद इन मिनट्स परमेश्वर कर रहा है. വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ദൈവം അവനെ ഉയർത്തി പ്രധാനമന്ത്രിയാക്കുവാനിടയായി. जो सालों से हालेलुया नहीं हो पा रहा है, वो परमेश्वर एक क्षण भर में परमेश्वर कार्यों को करता है. വർഷങ്ങൾ കൊണ്ട് നടക്കാത്തത് നിമിഷ നേരം കൊണ്ട് ദൈവം ചെയ്യുവാനിടയായി. जो शत्रु ने खत्म कर दिया था करके उसके ऊपर अवकाश बोला था, उस सारे बातों को बदलने के लिए परमेश्वर को एक क्षण काफी था. यूसुफ के अनुभव अवस्था को बदलने के लिए परमेश्वर को एक क्षण काफी था. ശത്രു മുഴുവനും നശിപ്പിച്ചു കളഞ്ഞുവെന്ന് ചിന്തിച്ച സാഹചര്യത്തെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് ഒരു നിമിഷം മതിയായി. आपका भरोसा परमेश्वर से नहीं हटाना, परमेश्वर आपकी जिंदगी को बदलने के लिए एक क्षण काफी है. നമ്മുടെ ആശ്രയം ദൈവത്തിൽ നിന്ന് ഒരിക്കലും മാറരുത്. ഒരു നിമിഷത്തിൽ ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ
ഞങ്ങളെ മാറ്റി यदि उसके ऊपर हमने देखा है, दृष्टि लगाया है, तो मेरा उद्धारकर्ता मर नहीं गया है, वो आज भी जिंदा खुदावंद നാം है। അവനിൽ ആശ്രയിക്കുന്നെങ്കിൽ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്ന ദൈവമാണ്. हालेलुया। उसी हियाव के साथ हम आगे बढ़ने पाए, इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए। ऐसे अवसर दिए परमेश्वर के आदरणीय दासों को हृदय की गहराई से धन्यवाद देते। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। गॉड ब्लेस यू ऑल। आमेन, आमेन, आमेन। थैंक यू।